ലോക്സഭയിലും രാജ്യസഭയിലും കഷ്ടിച്ചാണ് ബി.ജെ.പിയും അതുപോലെ എൻ.ഡി.എ സഖ്യമൊക്കെ ബില്ലുകൾ പാസാക്കിയെടുക്കുന്നത്. അംഗസംഖ്യയിൽ ചെറിയ മാറ്റം വന്നാൽ, അതായത് 10 അല്ലെങ്കിൽ 15 എം.പിമാരുടെ മാറ്റം ഏതെങ്കിലും രീതിയിൽ മുന്നണിയെ ബാധിച്ചാൽ ബില്ലുകൾ പാസ്സാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇരു സഭകളിലും ആ രീതിയാണുള്ളത്. അതിൽ തന്നെ രാജ്യസഭയിലാണ് ബി.ജെ.പി കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ലോക്സഭയിൽ എന്തും സംഭവിക്കാം എന്നുള്ളത് ബി.ജെ.പിക്ക് നന്നായിട്ടറിയാം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി.ജെ.പിക്ക് ചിലപ്പോൾ അത് തിരിച്ചടിയായേക്കും. ഇലക്ഷനിലൂടെ ജയിച്ചു വന്ന പല സ്ഥാനാർത്ഥികളും അയോഗ്യരാക്കപ്പെട്ടേക്കാം. അത് ബി.ജെ.പിക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കുകയില്ല. ഉദാഹരണത്തിന് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ വിജയം അത് അയോഗ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാന ആവശ്യമാണ് അത്. അതിന് കാരണം ഏകപക്ഷീയമായി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നതാണ്. നോട്ടാണ് എതിർ സ്ഥാനാർത്ഥിയായി എല്ലായിടത്തും ഉണ്ടാകും. അത് കൃത്യമായും മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനം എങ്ങനെയാണ് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം സംഭവിക്കുക എന്നതാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ പ്രധാനമായും വരികയാണ്. ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും ആകെയുള്ള കേവല ഭൂരിപക്ഷം എൻ.ഡി.എക്കുള്ളത് കൊണ്ട് തന്നെ പല സുപ്രധാന ബില്ലുകൾ അവരുടെ ഇഷ്ടാനുസരണം പാസാക്കിയെടുത്ത് അത് രാഷ്ട്രപതിക്കയച്ച് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് ഇതുവരെയായും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ആ ഒരു ചിട്ടവട്ടത്തിന് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. 2025 നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ 2026 തുടക്കത്തിൽ നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള, അതിൽ പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെയുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ബി.ജെ.പിക്ക് തിരിച്ചടിയാവാൻ പോകുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം കുറയുന്നതിന് വേണ്ടിയുള്ള കാരണങ്ങളായി ഒരുപക്ഷെ ഇത് മാറ്റപ്പെട്ടേക്കും. ബി.ജെ.പിയുടെ പല പദ്ധതികളും പൊളിയാൻ പോവുകയാണ്. ലോക്സഭയിലുണ്ടായ തിരിച്ചടി ബി.ജെ.പിയെ കനത്ത ആഘാതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ ചിന്തകളെ, അതായത് ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള 4/3 ഭൂരിപക്ഷം ബി.ജെ.പിക്ക് നൽകണമെന്നുള്ള നരേന്ദ്രമോദിയുടെ അഭിപ്രായം ജനങ്ങൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം എൻ.ഡി.എക്കുണ്ടെങ്കിലും ബി.ജെ.പി അത്ര നല്ല രീതിയിലല്ല ഉള്ളത്. അടിസ്ഥാന ഫെഡറൽ തത്വങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്ത ബി.ജെ.പിക്ക് വലിയ പ്രഹരമാണ് സുപ്രീം കോടതിയും നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM സംവിധാനത്തെ നിർത്തലാക്കണം, അതുപോലെ വികസിത രാജ്യങ്ങളുടെ മാതൃക സ്വീകരിക്കണം എന്നീ ആവശ്യങ്ങൾ ഇന്ത്യ മുന്നണി പ്രാരംഭഘട്ടങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്നതാണ്. എങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി മാറ്റപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടി ഉണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം പറയുകയാണ്. ഒരു ഘട്ടത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഏകപക്ഷീയമായ വിജയം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തിലെ തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കപ്പെട്ടാൽ അതൊരു പ്രചോദനം തന്നെ ആയിരിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ